ഹലോ ഫ്രണ്ട്സ്, ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ എല്ലാ വീടുകളിൽ തന്നെ അല്പം സ്ഥലം ഉണ്ടെങ്കിൽ വച്ച് പിടിപ്പിച്ചാൽ സമൃദ്ധിയായിട്ട് വളരുന്ന ഒരിനം പഴവിഭാഗമാണ് പുളിഞ്ചിക്ക. ഇലുമ്പൻ പുളി എന്ന് വിളിക്കും, ചിലയിടത്ത് എലുമ്പൻ പുളി എന്ന് തന്നെ വിളിക്കാറുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പേര്. ഈ സ്റ്റാർ ഫ്രൂട്ട് നമ്മളെല്ലാം പല കറികൾക്കകത്തും അത്യാവശ്യം പുളി കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ചിലർ ഈ എലുമ്പൻ പുളി അച്ചാറുണ്ടാക്കാറുണ്ട്. ചിലർ എലുമ്പൻ പുളി ഉപയോഗിച്ചിട്ട് ഇപ്പം മീൻകറിയെല്ലാം വയ്ക്കുന്ന സമയത്ത് പുളിക്ക് വേണ്ടി ചേർക്കാറുണ്ട്. പണ്ട് കാലം മുതൽക്കേ ഏകദേശം ഒരു 100 വർഷം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. എന്നാൽ ഈ എലുമ്പൻ പുളിക്കകത്ത്, പുളിഞ്ചിക്കകത്ത് അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ടിനകത്ത് അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണെന്ന് കരുതിയിട്ട് പലരും ഇതിനെ ജ്യൂസാക്കി കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ജ്യൂസാക്കി കുടിക്കുന്നത് ഇത് വളരെയേറെ അപകടകരമാണ്. ഇതിനു മുമ്പും ഞാനും വിശദീകരിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. വേറെ കുഴപ്പമൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഡയറക്റ്റ് വൃക്ക അങ്ങ് അടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്തുള്ള ഓക്സലേറ്റ്സ് എന്ന് പറയുന്ന ഒരിനം ഘടകമാണ് ഇതിനകത്ത് ഏറ്റവും അപകടം ഉണ്ടാക്കുന്നത്. സാധാരണ ഇലക്കകൾക്കകത്തും ഈ പഴങ്ങൾക്കകത്തുമെല്ലാം ഓക്സലേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്സലേറ്റ്സ് നമ്മുടെ ഉള്ളിലേക്ക് ചെറിയ അളവിൽ എത്തിയാലൊന്നും വലിയ പ്രോബ്ലം ഇല്ല. പലപ്പോഴും ഈ ഓക്സലേറ്റ്സ് നമ്മുടെ രക്തത്തിലേക്ക് കൂടുതൽ വലിച്ചെടുക്കപ്പെട്ട് നമുക്ക് ഈ യൂറിക് ആസിഡിലൂടെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് വൃക്കയ്ക്കകത്ത് മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ വൃക്കയിൽ കല്ല് എന്ന് പറയുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നത്. അതെല്ലാം ഈ ഓക്സലേറ്റ് കല്ലുകളാണ്. ഓക്സലേറ്റ് അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു അപകടവും ഇതാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ എലുമ്പൻ പുളി അതായത് സ്റ്റാർ ഫ്രൂട്ട് കറിയൊക്കെ വെച്ച് കഴിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഓക്സലേറ്റ്സ് ഈ കുറേയൊക്കെ കറികളിലൊക്കെ അങ്ങ് പോവുകയും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നതിൻ്റെ അളവ് കുറവായിരിക്കുകയും ചെയ്യും. 100 ഗ്രാം എലുമ്പൻ പുളിക്കകത്ത് അല്ലെങ്കിൽ പുളിഞ്ചിക്കകത്ത് ഏകദേശം 1800 മില്ലിഗ്രാമിന് മുകളിൽ ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. പലരും ഇത് ഡയറക്റ്റ് ഇപ്പോൾ കറികൾ ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിക്ക് സ്റ്റാർ ഫ്രൂട്ടിൽ ഉപ്പും ചേർത്തൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ, എടുത്തിപ്പോൾ ഒരെണ്ണം അല്ല ഉപ്പും ചേർത്ത് കഴിക്കുന്നത് വളരെ രുചികരമാണ്. ഞാനും എല്ലാം ഇത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു ചെറിയ എലുമ്പൻ പുളിക്കകത്ത് ഏകദേശം 200 മില്ലിഗ്രാം ഒക്കെയാണ് ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. വലിയ പ്രോബ്ലം വരാറില്ല, കാരണം നമ്മളിത് ഫ്രൂട്ടായിട്ട് കടിച്ച് ചവച്ചാണ് പലപ്പോഴും കഴിക്കുന്നത്. എലുമ്പൻ പുളി അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തും ചെറിയ അളവാണ് എടുക്കുന്നത്. കറികൾ ചേർക്കുന്ന സമയത്തോ ഇവ കറികൾക്കകത്ത് ഡിസ്പേഴ്സ് ആകുന്നതുകൊണ്ട് ഒരുപാട് എത്തത്തില്ല. എന്നാൽ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ, പലരും ഇത് കൊളസ്ട്രോൾ കുറയുന്നതിന് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്, ഈ എലുമ്പൻ പുളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക നന്നായിട്ട് അരഞ്ഞ് അതൊക്കെയുള്ള സെല്ലുകളൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഓക്സലേറ്റ് മുഴുവൻ ഈ ജ്യൂസിനകത്ത് നിറഞ്ഞു നിൽക്കും. ഈ ഓക്സലേറ്റിൻ്റെ ഈ ജ്യൂസാണ് നമ്മൾ കുടിക്കുന്നത്. ഏകദേശം ഒരു ജ്യൂസ് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഏകദേശം 2000-ന് മുകളിൽ ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, മില്ലിഗ്രാമിന് മുകളിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇത് ഡെയിലി നമ്മൾ എടുക്കുന്നത് നമ്മുടെ രക്തത്തിലേക്ക് വളരെ ഉയർന്ന അളവിൽ ഓക്സലേറ്റുകൾ വലിച്ചെടുക്കുന്നതിനും വൃക്കയ്ക്കകത്ത് ഇത് വന്ന് അടിഞ്ഞുകൂടുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, നമ്മുടെ വൃക്കകളാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വേസ്റ്റും അരിച്ച് കളയുന്നത്. വൃക്കയ്ക്കകത്ത് ഇവ കയറിക്കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് ക്രിസ്റ്റലൈസ് ചെയ്യും. ഈ നമ്മുടെ മൈക്രോ ട്യൂബിൾസിനകത്ത് വൃക്കയ്ക്കകത്തുള്ള കുഞ്ഞു ചെറിയ വലകൾ പോലുള്ള കണ്ണികൾക്കകത്ത് ഈ ഓക്സലേറ്റ്സ് ഒന്ന് ഈ ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൃക്ക ഡാമേജ് ആവും, മൂത്രം പോകാത്ത ഒരവസ്ഥയുണ്ടാവും. എനിക്കറിയാവുന്ന 2-3 കേസുകൾക്ക് ഇതേപോലെ സംഭവിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഇമ്മീഡിയറ്റ്ലി ഇവരുടെ ആരോഗ്യം അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡയാലിസിസ് വേണ്ടി വരും. പലരും ഈ കൊളസ്ട്രോളൊക്കെ കുറയുന്നതിന് വേണ്ടി രാവിലെ വെറും വയറ്റിലാണ് എലുമ്പൻ പുളി ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നത്. ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സ് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇത് ആദ്യം ഉണ്ടാക്കുന്ന ലക്ഷണം, വൃക്കകൾ വരുന്ന ഡാമേജിൻ്റെ ലക്ഷണമായിട്ട് ശ്വാസം മുട്ടൽ, ശരീരത്തിന് വിമ്മിഷ്ടം, ശരീരത്തിന് മൊത്തത്തിൽ വീർപ്പ് പോലുള്ള ബുദ്ധിമുട്ട്, തലകറക്കം പോലുള്ള ലക്ഷണങ്ങൾ കാണുകയും ക്രമേണ കാലുകൾ നീര് വരുന്ന ഒരു സാഹചര്യം വരികയും മൂത്രത്തിൻ്റെ വോളിയം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം, മൂത്രത്തിൽ വല്ലാണ്ട് പത വരികയും മൂത്രം പോകുമ്പോൾ നീറ്റൽ, അടിവേർ വേദന, നടുകഴപ്പ് പോലുള്ള ലക്ഷണങ്ങൾ കാണുകയും ചെയ്യും. ഇത് ഒടുവിൽ നമ്മൾ രക്തം പരിശോധിക്കുമ്പോഴായിരിക്കും നമുക്ക് യൂറിയയും ക്രിയാറ്റിനെല്ലാം ഉയർന്ന അളവിൽ നിൽക്കുന്നത്. രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് പിന്നെ ഡയാലിസിസ് ചെയ്ത് ഇവർക്ക് എന്നിരുന്നാൽ പോലും ഒരു തവണ ഈ പ്രോബ്ലം മാറിയാൽ പോലും വീണ്ടും ഈ വൃക്കകളുടെ ആരോഗ്യം ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇലുമ്പൻ പുളി നിങ്ങൾ അത്യാവശ്യമില്ലെങ്കിൽ കറികൾ ചേർത്ത് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുട്ടികൾക്കൊന്നും ഇത് കൂടുതലായിട്ട് നല്ലതാണ്, രുചികരമാണ് എന്ന് കരുതി കൊടുക്കുന്നത് നല്ലതല്ല. പലപ്പോഴും ഈ സ്കൂളുകളുടെയൊക്കെ അടുത്ത് ഇലുമ്പൻ പുളി ഈ ഉപ്പിലിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ടൊക്കെ, വലിയ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഈ ഉപ്പിലിട്ടിട്ട് അതിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയുണ്ട്. ഇതത്ര എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ പോലും അപകടകരമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ അപകടകരമായിട്ട് സാധനം നല്ലതെന്ന് കരുതി നമ്മൾ കുടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നെല്ലിക്കയാണ്. നെല്ലിക്കകത്തും ഈ എലുമ്പൻ പുളിക്കകത്ത് അല്ലെങ്കിൽ പുളിഞ്ചിക്കകത്ത് ഉള്ളതുപോലെ തന്നെ ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത്, ഇലുമ്പൻ പുളി അല്ലെങ്കിൽ പുളിഞ്ചിക്കകത്ത് 100 ഗ്രാം പുളിഞ്ചിക്ക എടുത്താൽ അതിനകത്ത് ഏകദേശം 1800 മില്ലിഗ്രാമാണ് അവയ്ക്കകത്തുള്ള ഓക്സലേറ്റ്സ് എന്നുണ്ടെങ്കിൽ
നെല്ലിക്ക എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം നെല്ലിക്കയ്ക്ക് അത് ഏകദേശം 7500 മില്ലിഗ്രാമാണ് ഓക്സലേറ്റ്സ്. എത്ര ഇരട്ടിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ സാധാരണ നമ്മളൊരു നെല്ലിക്കയെല്ലാം ചവച്ച് കഴിക്കുന്ന സമയത്ത് ഇവയ്ക്കകത്തുള്ള ഫൈബറുകൾ നിറയെ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഉയർന്ന അളവിലൊന്നും ഈ നെല്ലിക്ക എത്തത്തില്ല. ഇപ്പോൾ നെല്ലിക്ക നമ്മൾ അച്ചാർ വെച്ച് കഴിച്ചിരുന്നാലോ, ഇല്ലെങ്കിൽ നെല്ലിക്ക ഇപ്പോൾ പല മരുന്നുകൾക്കകത്തെല്ലാം നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്തെല്ലാം ചെറിയ അളവിൽ മാത്രമേ ഈ ഓക്സലേറ്റ്സിൻ്റെ അളവ് വരുന്നുള്ളൂ. എന്നാൽ നെല്ലിക്ക നല്ലതാണെന്ന് കരുതി ജ്യൂസ് വച്ച് കൊടുക്കുന്ന പല കേസുകളും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കണ്ടാണ്, മകൾക്ക് ഉറക്കക്കുറവുണ്ട്. സോ ബ്രെയിനൊക്കെ ഒന്ന് ശരിയാകുന്നതിന് വേണ്ടി, തലയുടെ പെരുപ്പൊക്കെ മാറുന്നതിന് വേണ്ടി ദിവസവും 10 നെല്ലിക്ക എടുത്ത് ജ്യൂസാക്കി ഒരമ്മ കൊടുത്ത ഒരു അനുഭവം എനിക്കറിയാം. ഭാഗ്യം കൊണ്ട് ആ കുട്ടിക്ക് ഈ വൃക്ക തകരാറായില്ല, പക്ഷേ കടുത്ത മൂത്രത്തിൽ കല്ല് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേപോലെ ഉയർന്ന അളവിൽ ഓക്സലേറ്റ് ഉള്ള ഈ നെല്ലിക്ക ജ്യൂസാക്കി കഴിക്കുന്നത് അപകടകരമാണ്. നെല്ലിക്ക നേരിട്ട് ചവച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല. കുട്ടികളെ പോലും അങ്ങനെ ശീലിപ്പിക്കുക. അതുതന്നെ അളവ് 1 അല്ലെങ്കിൽ പരമാവധി ഒരു ദിവസം 2 നെല്ലിക്ക, അതിനപ്പുറം കഴിക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾ ജ്യൂസ് ആക്കിയിട്ട് ഉയർന്ന അളവിൽ നെല്ലിക്കയുടെ ജ്യൂസ് നൽകുന്ന സമയത്ത് ഈ പുളിഞ്ചിക്കകത്തുള്ളത് പോലെ തന്നെ ഓക്സലേറ്റുകൾ ഇതിനകത്തുമുണ്ട്. ഇത് വൃക്കയ്ക്കകത്ത് ഡാമേജ് ഉണ്ടാക്കുന്ന സാഹചര്യം വരെ വന്നില്ലെങ്കിൽ പോലും വൃക്കയിൽ കല്ല് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. എന്തിനാണ് വെറുതെ ഇത്തരം പൊല്ലാപ്പുകളുടെ പുറകെ പോകുന്നത്? ഒരു ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് കരുതിയിട്ട് ഉയർന്ന അളവിൽ കഴിക്കുന്നത് അമിതമായാൽ അമൃതും വിഷമാണെന്നുള്ള പഴഞ്ചൊല്ലിനെ നമ്മൾ ഓർമ്മിപ്പിക്കണം. എപ്പോഴും നല്ലത് നല്ല ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഭക്ഷണമാണെങ്കിൽ പോലും മിതമായ അളവിൽ കഴിക്കുന്നതാണ് ശരീരത്തിന് നല്ലത്. ശരീരം അതിനകത്തുള്ള ഗുണങ്ങളും വലിച്ചെടുക്കത്തുള്ളൂ. അതല്ലാതെ അമിതമായിട്ട് ശരീരത്തിൽ ചെന്നാൽ സൈഡ് എഫക്റ്റുകളായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇത് എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം പല കുടുംബങ്ങളിൽ ഇത്തരത്തിൽ ബുദ്ധി വളർച്ചയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ കലക്കി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ സത്യാവസ്ഥ അറിഞ്ഞിരിക്കണം. വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വിശേഷവുമായിട്ട് കണ്ടുമുട്ടാം. ബൈ.